ശ്രീല പ്രഭുപാദിൻ്റെ ലീലാമൃതയിലുള്ള ഒരു കാര്യമാണ്. ശ്രീല പ്രഭുപാദ് ബോംബെയിലായിരുന്ന സമയമാണ് 1977 മെയ് മാസം. പ്രഭുപാദ് ഏകദേശം രത്തൻ സിംഗ് റഡ്ജ എന്ന് പറഞ്ഞൊരു MBA കണ്ടിട്ടുണ്ടായിരുന്നു. ബോംബെ സൗത്തിലെ MB ആണ് അദ്ദേഹം. ആ സമയത്ത് ഇന്ദിരാഗാന്ധി മാറിയിട്ട് ജനതാ ഗവൺമെൻറ് വരുന്ന സമയമാണ്. ആ ജനതാ ഗവൺമെൻറ്റിലെ ഒരു MB ആണ് രത്തൻ സിംഗ് റഡ്ജ. അപ്പോൾ അദ്ദേഹം പ്രഭുപാദിനെ കണ്ട് പ്രഭുപാദിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം ഒരു പ്രോമിസ് തന്നിട്ടാണ് പോയത്. ഞാൻ മൊറാർജി ദേശായി ആണ് അന്നത്തെ പ്രധാനമന്ത്രി. അപ്പോൾ അദ്ദേഹത്തെ എന്തായാലും പ്രഭുപാദുമായിട്ടൊരു കോൺവെർസേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അദ്ദേഹം പോയി. അതിനുശേഷം കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസം മെയ് 5, 1977 മിഡ് നൈറ്റിൽ ഗിരിരാജ് മഹാരാജിനൊരു കോൾ വന്നു ബോംബെയിൽ. അതായത് രത്തൻ സിംഗ് റഡ്ജയാണ് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞു മൊറാർജി ദേശായി രാവിലെ, അദ്ദേഹം ഡൽഹിയിലാണുള്ളത് മൊറാർജി ദേശായി, പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ ബോംബെയിലാണുള്ളത്. ബോംബെയിലൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ 1-2 ദിവസം മകൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി മൊറാർജി ദേശായി ബോംബെയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നാളെ രാവിലെ, അതായത് ഇന്ന് രാത്രി 12 മണിക്കാണ് വിളിക്കുന്നത്, നാളെ രാവിലെ 7:30 മൊറാർജി ദേശായി പ്രഭുപാദിനെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പം 12 മണിക്ക് ആയപ്പം ഗിരിരാജ് മഹാരാജിന് അതിരാവിലെ പോവുകയും ചെയ്യണം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയും. അപ്പം അതിന് മുമ്പ് ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പോയി കാണണം, ഇത് അറേഞ്ച്മെൻറ്റ് നടക്കുമായിരിക്കും എന്ന് പറഞ്ഞപ്പം പ്രഭുപാദ് പറഞ്ഞു റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻസ് ആത്മീയ ആചാര്യന്മാർ അല്ലെങ്കിൽ ആത്മീയ വ്യക്തിത്വങ്ങളുടെ അടുത്തേക്ക് വന്ന് അറിവ് നേടുകയാണ് എന്ന് പ്രഭുപാദ് പറഞ്ഞിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയി അവരെ ഇത് റെസ്പെക്റ്റ് ചെയ്യുകയല്ല വേണ്ടത്, അവരിങ്ങോട്ട് വന്ന് റെസ്പെക്റ്റ് ചെയ്യാണ് യഥാർത്ഥത്തിൽ വേണ്ടതെന്ന് പ്രഭുപാദ് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ബോധ്യം ഗിരിരാജ് മഹാരാജിനുണ്ട്. അപ്പോൾ ചിലപ്പോൾ പ്രഭുപാദ് വരില്ല എന്നുള്ളൊരു ബോധ്യമുണ്ട് ഗിരിരാജ് മഹാരാജിന്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് അദ്ദേഹം വന്നത്. എങ്കിലും രാത്രി 12 മണിക്ക് രത്തൻ സിംഗ് റഡ്ജ വിളിച്ചു. പിറ്റേ ദിവസം രാവിലെ 7:30 ആകുമ്പോഴത്തേന് പ്രഭുപാദിനെ കാണാൻ അവസരം ഉണ്ടെന്നാണ്. അപ്പോൾ എന്തായാലും ഗിരിരാജ് മഹാരാജ് ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് പ്രഭുപാദ് അപ്പം അകത്ത റൂമിലിരിക്കുകയാണ്. അപ്പോൾ പതുക്കെ ഗിരിരാജ് മഹാരാജ് പ്രഭുപാദിൻ്റെ റൂമിലേക്ക് കടന്നു ചെന്നു. ഇങ്ങനെ സൗണ്ടൊന്ന് ബാക്കി ആരെ ഉണർത്താതെ പതുക്കെ കടന്നു ചെന്നു. നോക്കുമ്പോൾ പ്രഭുപാദ് ഇരിക്കുകയാണ് 12 മണിക്ക്. തൻ്റെ ഡിക്റ്റേറ്റിംഗ് ടേബിളിൻ്റെ ഇരിക്കുകയാണ് 12 മണിക്ക് ഇരിക്കുകയാണ്. അപ്പം ദൂരെ നിന്ന് ഇങ്ങനെ കാണിച്ചപ്പോഴത്തേന് പ്രഭുപാദ് അകത്ത് വരാനായിട്ട് പറഞ്ഞു. അകത്ത് വരാൻ പറഞ്ഞിട്ട് ഗിരിരാജ് മഹാരാജ് അകത്ത് ചെന്നപ്പോഴത്തേന് ഗിരിരാജ് മഹാരാജ് പറഞ്ഞു പ്രഭുപാദിനോട് നാളെ രാവിലെ 7:30 ആകുമ്പോഴത്തേനും മൊറാർജി ദേശായിയുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഒന്നാമത് ആരോഗ്യം ഇതുണ്ട്. മറ്റേത് പ്രഭുപാദ് പറഞ്ഞത് ദാറ്റ് ഈസ് നോട്ട് റെസ്പെക്ട്ഫുൾ, അത് റിയലി ഒരു റെസ്പെക്ട്ഫുൾ അല്ല. അപ്പോൾ ആ വ്യക്തിക്ക് ആ ഒരു ആത്മീയ വ്യക്തിത്വങ്ങളുടെ വാല്യൂവും ആത്മീയ ജീവിതത്തെക്കുറിച്ചും അത്രയും ഒരു ബോധ്യമില്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്നത് ഒരു തെറ്റായ കാൽവെപ്പിലൂടെ ആയിരിക്കും എന്ന് പ്രഭുപാദ് പറഞ്ഞു. അതൊരു പ്രോപ്പർ യൂസ് അതിനകത്ത് കാണത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ അതിനിടയ്ക്ക് ഗിരീഷ് മഹാരാജ് പറഞ്ഞു പ്രഭുപാദ് അങ്ങേ ഡിസ്റ്റർബ് ചെയ്തതിന് സോറി, രാത്രി ഒന്ന് ഡിസ്റ്റർബ് ചെയ്തതിന് സോറി എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഭൗതിക ലോകത്തിൽ ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, മേറ്റിംഗ്, ഡിഫെൻഡിങ്, ഇതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിക്കുക, ഉറങ്ങുക, മൈഥുന്യം ചെയ്യുക, സ്വയരക്ഷ ചെയ്യുക. പ്രഭുപാദ് പറഞ്ഞു അത് സാരമില്ല, എനിക്ക് ഈ അസുഖം കാരണം ഇപ്പോൾ എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല, ഉറക്കമില്ല. പിന്നെ ഡിഫെൻഡിങ്ങിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഒന്നും കഴിക്കുന്നുമില്ല. പിന്നെ മൈഥുന്യത്തിൻ്റെ കാര്യം പറയണ്ട. അപ്പം ഞാൻ വിചാരിക്കുന്നു ചിലപ്പോൾ ഞാൻ ലിബറേറ്റഡ് ആയി എന്നിങ്ങനെ പ്രഭുപാദ് ഒരു രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു, ഒരു തമാശ പോലെ സംസാരിച്ചു.
അപ്പം ഗിരീഷ് മഹാരാജന് അത് പ്രഭുപാദുമായിട്ടുള്ള ഇതിൽ ഏറ്റവും ഒരു ഇന്റൻസ് മൊമെന്റ് ആയിട്ടാണ് അദ്ദേഹം അനുഭവപ്പെട്ടത്. കാരണം വേറെ ആരുമില്ല, ഉറങ്ങിയിട്ടില്ല. പ്രഭുപാദ് ആ ഒരു സന്ദർഭത്തിൽ ഒരു തമാശ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ പോകാൻ തീരുമാനിച്ചു. പ്രഭുപാദല്ല, ഗിരീഷ് മഹാരാജും തമാൽ കൃഷ്ണ മഹാരാജും കൂടെ പോകാൻ, പിറ്റേ ദിവസം പോകാൻ. അപ്പോൾ അവരാദ്യം പോയി രത്തൻ സിംഗ് രജ്ജയും അയാളെയും കൂട്ടി വേണം മൊറാർജി ദേശായി പോകാൻ. പക്ഷെ രത്തൻ സിംഗ് രജ്ജയുടെ വീട്ടിലെത്തി കോളിംഗ് ബെല്ല് അടിച്ച് 20 മിനിറ്റ് അടിച്ചിട്ട് അയാൾ എഴുന്നേറ്റ് വന്നു. പിന്നെ അയാൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അയാൾ എഴുന്നേറ്റ് വന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ കുറച്ചും കൂടെ ഉറങ്ങുമായിരുന്നു, കുറച്ചും കൂടെ ഒന്ന് റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ 5 മിനിറ്റ് ലേറ്റായി വന്നു. പക്ഷെ അവര് മൊറാർജി ദേശായിയുടെ അടുത്തെത്തിയപ്പോഴത്തേന് 8 മണിയായി. 7:30ക്കാണ് മീറ്റിംഗ് പ്രധാനമന്ത്രിയായിട്ട്. പക്ഷെ 8 മണിക്കാണ് അവരെത്തിയത്. അപ്പോൾ അദ്ദേഹം കണ്ട ഉടനെ അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങൾ ലേറ്റായി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 7:25 മുതൽ നിങ്ങളുടെ മീറ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്, ഇനിയും വേറെ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം മെയിൻലി അദ്ദേഹം ചോദിച്ചു, എന്താ ലേറ്റായി എന്നുള്ളതാണ് ചോദിച്ചു. എന്നിട്ട് ഞാൻ 2 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ മാപ്പ് പറഞ്ഞു, ശിഷ്യന്മാർ മാപ്പ് പറഞ്ഞു, ഞങ്ങൾ വന്നത് ലേറ്റായ സോറി എന്നുള്ള രീതി പറഞ്ഞിട്ട് ബുക്സ് കൊടുത്തിട്ട് ആ കോൺവെർസേഷൻ എൻഡ് ചെയ്തു. വേറെ ഒന്നും സംസാരിക്കാനായിട്ട് പറ്റിയില്ല. ഇത് തിരിച്ചവർ വന്ന് പ്രഭുപാദിനോട് പറഞ്ഞു. പ്രഭുപാദ് ഈഗറായിരുന്നു എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. പ്രഭുപാദ് അപ്പോൾ അവർ ഇങ്ങനെ അത് ലേറ്റായ കാര്യം പറഞ്ഞു. പ്രഭുപാദിന് അത് വിഷമായി. എന്നിട്ട് എന്താ കാര്യം കറക്റ്റ് ചോദിച്ചപ്പം ഈ രത്തൻ സിംഗ് ജഡ്ജിയാണ് ഇത്രയും ലേറ്റാക്കിയെന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് ചോദിച്ചു, നിങ്ങൾ എന്താ ആ കാര്യം അദ്ദേഹത്തിനോട് പറയാത്തത്? അപ്പം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്, അദ്ദേഹത്തിനെ എങ്ങനെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഒരു മോശക്കാരനാക്കും എന്ന് വിചാരിച്ചായിരിക്കും നിങ്ങൾ പറയാത്തത്. പക്ഷെ അത് കാരണം എല്ലാ മീറ്റിംഗ് ഫുള്ള് സ്പോയിലായിപ്പോയി എന്ന് പറഞ്ഞു. കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പ്രഭുപാദ് പിന്നെ പറഞ്ഞു, സാരമില്ല, ഇങ്ങനത്തെ ആൾക്കാർ ഒരിക്കലും മാറാൻ പോകുന്നില്ല,